സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂലൈ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം, ഓണത്തിന് വിളവെടുക്കാനുള്ള പച്ചക്കറി നമ്മൾ ഇപ്പോൾ നടണം. മഴ കൂടിയും കുറഞ്ഞുമൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ മാസത്തിൽ ഏതെല്ലാം പച്ചക്കറികളാണ് നമുക്ക് നടാൻ പറ്റിയത് എന്ന് നോക്കാം. മഴക്കാല പച്ചക്കറികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ചെടികളുടെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മഴക്കാലത്ത് നടാൻ പറ്റിയ ഒന്നാണ് പയർ. പലതരത്തിലുള്ള പയർ ഇന്ന് ലഭ്യമാണ്. അതിൽ നല്ല ഉൽപാദന ശേഷിയുള്ള അർക്ക, അനാമിക, കുറ്റിപ്പയറുകളൊക്കെയുണ്ട്. ജൂലൈ മാസത്തിൽ നട്ടാൽ മാത്രമേ ആഗസ്റ്റ്, സെപ്റ്റംബർ അതായത് ഓണസമയത്ത് വിളവെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു 3-4 ചെടികളൊക്കെ മതി നമുക്ക് ആവശ്യമുള്ള പയർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പയറിനെ ആക്രമിക്കുന്ന മുഞ്ഞ പോലെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ തുടക്കത്തിലെ ബിവേറിയ സ്പ്രേ ചെയ്താൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതവും മാറി മാറി നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞയുടെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഈ തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടായ പയർ ചെടിയിൽ നിന്ന് തന്നെ നല്ല വിത്തെടുത്ത് പാകി മുളപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരു 4-5 ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ പയറിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കണം. അപ്പോൾ എല്ലാവരും പയർ ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴക്കാലത്ത് നന്നായി വളരുകയും നല്ലപോലെ കായ്ഫലം തരുകയും ചെയ്യുന്ന ഒന്നാണ് വെണ്ട. ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിൽ നട്ടുണ്ടാക്കിയ വെണ്ടച്ചെടികളാണ്. ഒരുപാട് ഇതിൽ നിന്നൊക്കെ വിളവെടുത്തു. ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട വെണ്ടയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. വെണ്ട നന്നായി വിളവ് തരുന്ന ഒരു ചെടിയാണ്. നല്ല രീതിയിൽ കെയർ ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ധാരാളം വെണ്ടയ്ക്ക ഇതിൽ നിന്നും വിളവെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ജൂലൈ മാസത്തിൽ വെണ്ടയുടെ തൈകൾ നട്ടുപിടിപ്പിക്കുക. അടുത്തതായി നമുക്ക് ഈ ജൂലൈ മാസത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് തക്കാളി കൃഷി. നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുട്ടോ. ഈ ഓണ സമയത്ത് ഇപ്പോൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പാകി കിളിർപ്പിച്ച് തൈകൾ ഉണ്ടാക്കി നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഗ്രോ ബാഗൊക്കെ നിറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കരിയിലകളൊക്കെ നിറച്ച് നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് തൈകളൊക്കെ നട്ടു കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇത് കണ്ടത് വെറുതെ ഗ്രോ ബാഗിലോട്ട് ഇങ്ങനെ വിത്ത് പാകി കൊടുത്തു. എല്ലാ വിത്തും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ച് നടണം. അതുപോലെ തന്നെ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും എന്തെങ്കിലും ഒക്കെ ജൈവവളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കരുത്തോട് നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരും. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ചുറ്റിൽ നിന്നും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് ചെടിയെ നല്ല പോലെ അവിടെ ഉറപ്പിച്ച് നിർത്തിയാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും. അതുപോലെ തന്നെ തക്കാളി ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഒരു താങ്ങായി ഒരു കമ്പെങ്കിലും കുത്തി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് കെട്ടി നിർത്തിയാൽ മാത്രമേ അത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ കാറ്റത്തും മഴത്തൊക്കെ ഒടിഞ്ഞ് വീണ് തക്കാളി ചെടിയൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തക്കാളിയുടെ തൈയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ ഓണത്തിന് നിങ്ങൾക്ക് ഒരു കുട്ട നിറയെ തക്കാളി വിളവെടുക്കാം. അടുത്തതായി ഈ ജൂലൈ മാസത്തിൽ നല്ലപോലെ വിളവ് തരുന്ന മറ്റൊരു ഇനമാണ് പച്ചമുളക്. നമുക്ക് നിത്യവും ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ഏത് മാസത്തിലും നടാവുന്നതാണ്. വെള്ളീച്ചയുടെ ഉപദ്രവം ഈ മഴ സമയത്ത് പൊതുവെ കുറവായിരിക്കും. പച്ചമുളക് തക്കാളിയെപ്പോലെ തന്നെ പാകി മുളപ്പിച്ച് നമുക്ക് മാറ്റി നടാവുന്നതാണ്. മുളക് തൈ മാറ്റി നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളം നിർബന്ധമായും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിൽ നിന്ന് കായ്ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിൽ നട്ട മുളക് ചെടികളാണ്. ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും ഒരു വെള്ളീച്ചയുടെ ശല്യം ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് വഴുതനയും നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നട്ടാൽ
ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. വഴുതനയൊക്കെ ഒരു 2-3 വർഷം നമുക്ക് വിളവ് തരുന്നൊരു ചെടിയാണ് നല്ല രീതിയിൽ പരിചരിച്ചാൽ. അപ്പോൾ അതിൻ്റെ വളപ്രയോഗവും അതിൻ്റെ തൈ നടുന്ന രീതിയും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അതുപോലെ തന്നെ പടർന്ന് കയറുന്ന ചെടികളായ കുമ്പളം, മത്തൻ, പടവലം, പാവൽ ഇതൊക്കെ നമുക്ക് ഈ ജൂലൈ മാസത്തിൽ നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാവൽ, കുമ്പളം, മത്തനൊക്കെ നട്ട് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ പടർന്ന് കയറുന്ന ചെടി ആയതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ പന്തലൊരുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിലൊക്കെ അത് പടർന്ന് കയറി അതിൽ നിന്ന് ഇഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ചീര നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്താൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മഴ കൊള്ളാതെ ഒരു ഷെയ്ഡ് ഭാഗത്തൊക്കെ വെച്ചുണ്ടാക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീരയും വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.